കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഈ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിൽ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറിയെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുവാൻ കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദാനിയേൽ പ്രവചനം 6-10 വാക്യം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളിക മുറിയിൽ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നു താൻ മുമ്പ് ചെയ്തു വരുന്നത് പോലെ ദിവസവും 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ദാനിയേലിൻ്റെ ജീവിത ചരിത്രമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ 6-1 വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്: രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 450 പ്രധാന ദേശാധിപതികളും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിക്കുവാൻ ദാര്യാവേശന് ഇഷ്ടം തോന്നി. ഈ മൂവരിൽ ദാനിയേൽ ഒരുവനായി രാജാവിനെ നഷ്ടം വരാതിരിക്കേണ്ടതിന് പ്രധാന ദേശാധിപതികളിൽ ഇവർക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതിന്മാരിലും വിശിഷ്ടനായി വിളങ്ങുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോൾ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ച് ദാര്യാവേശനും ഇഷ്ടം തോന്നി. അങ്ങനെ ദാര്യാവേശ രാജാവ് ദാനിയേലിനെ എല്ലാ അധ്യക്ഷന്മാരിലായി വെക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിൽ ഒരുവന് ദാനിയേലിൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദാനിയേൽ ഉത്കൃഷ്ട മനുഷ്യനായിരുന്നു, നീതിമാനായിരുന്നു, വിശ്വസ്തനായിരുന്നു, യഹോവയായ ദൈവത്തിന് വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്യുന്ന നല്ലൊരു ഭക്തനായിരുന്നു. എന്നാൽ ആ ഒരു അനുഭവത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ദാനിയേലിന് എതിരെ പലവിധമായ ചിന്തകൾ അവർ വിചാരിച്ചുകൊണ്ട് ദാനിയേലിന് എതിരെ പലവിധമാകുന്ന രീതിയിൽ കുറ്റം ചുമത്തുവാനൊക്കെ നോക്കിയിട്ട് ദാനിയേലിന് എതിരെ ഒന്നും കണ്ടെത്തുവാൻ പറ്റിയില്ല. എന്നാൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അത് മാത്രമാണ് അവര് ദാനിയേലിൽ കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. എന്നാൽ ഹല്ലേലൂയ, അവിടെ ദാര്യാവേശനോട് ചെന്ന് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പാർസ്യ ദേശം അങ്ങനെ പലവിധമാകുന്ന രീതിയിലുള്ളതായ ദൈവങ്ങളാൽ അടങ്ങിയിരിക്കുന്നത് അവരെ ആരാധിക്കാവൂ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്ന് അവരോട് ദാനിയേൽ രാജാവിനോട് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഹല്ലേലൂയ, ഇവിടെ ചുരുക്കി പറയട്ടെ, എന്നാൽ അതിനെതിരെ ഒന്നും ദാനിയേൽ മറ്റുള്ള ഒന്നും പറയുവാനും പോയില്ല. എന്നാൽ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നതായതുകൊണ്ട് ആ ഒരു കുറ്റം മാത്രമേ ദാനിയേലിൽ കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ ഇന്നും നമ്മുടെ ജീവിതത്തിൽ നാം യഥാർത്ഥമായ ദൈവസന്നിധിയിൽ ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോട് മുമ്പോട്ട് പോകുമ്പോൾ പലവിധമായ എതിരെയാകുന്ന രേഖകൾ നമ്മുടെ മേൽ ചുമത്തുമ്പോൾ നാം ഒന്ന് മനസ്സിലാക്കണം, നാം ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് എതിരെ വരുന്ന ഒരു വിധിയും നമ്മുടെ എതിരെ വരുമ്പോൾ അതൊക്കെ മാറ്റിമറിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവത്തിന് കഴിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇവിടെ ഹല്ലേലൂയ പഠിച്ചു നോക്കുമ്പോഴും ദാവീദിന്റെ ജീവിതത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. എതിരെ വിധികളെല്ലാം വന്നു, പക്ഷേ ഹല്ലേലൂയ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ദാനിയേല് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ വിധി കണ്ടെത്തിയത്. എന്നാൽ അത് മുഖാന്തരം ദാനിയേലെ പിടിച്ച് സിംഹത്തിന്റെ ഗുഹയിൽ ഇടുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന. എന്നാൽ അതുകൊണ്ട് വിചാരിച്ച അവർ അതുകൊണ്ട് തീരും ഇല്ല. എന്നാൽ ദാനിയേൽ വിശ്വസ്തനായതുകൊണ്ട് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന് പുറത്തു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോൾ അവിടെ ദാനിയേലിനെ രക്ഷിക്കുവാൻ തക്കവണ്ണം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവം ദൂതനെ അയച്ച്
ഹാളിലെ സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന് ഹാളിലെ സിംഹത്തിന്റെ വായ അടയ്ക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന്. അങ്ങനെയാണെങ്കിൽ പറയട്ടെ, ദൈവ വൈതലേ, നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ പ്രതികൂലങ്ങൾ കണ്ട് നമ്മൾ തളരുവാനല്ല, ദൈവസന്നിധിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൃഢനിശ്ചയത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കെതിരെ ആരെല്ലാ രീതിയിലുള്ളതായ പ്രതികൂലങ്ങൾ നമ്മുടെ മേൽ കൊണ്ടുവന്നാലും ആ പ്രതികൂലത്തെ മാറ്റി വിരിക്കുന്ന ഒരു സ്വർഗീയ പിതാവായ ദൈവം നമ്മുടെ നടുവിലുണ്ട് എന്ന് ഈ ദിനങ്ങളിൽ നാം അറിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഹല്ലേലൂയ. നമുക്കെതിരെ വിധികൾ വന്നിരിക്കുക, എന്നാൽ ഹല്ലേലൂയ, ദൈവം ആ വിധികളെ മാറ്റി നിന്നെ ശ്രേഷ്ഠകരമായി, ഓ ഹല്ലേലൂയ, ധന്യകരമായി നടത്തുവാൻ തക്കവണ്ണം സ്വർഗീയ പിതാവായ ദൈവത്തിന് കഴിയുമെന്ന് നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ബന്ധുമിത്രാദികളോ സകലരുമായിക്കൊള്ളട്ടെ, അവരൊക്കെ വിധി എഴുതിയേക്കാം, എന്നാൽ വിധിയെ മാറ്റിമറിക്കുന്ന ഒരു സ്വർഗീയ പിതാവാ ദൈവം നമ്മുടെ നടുവിലുണ്ട് എന്ന് ഈ ദിനങ്ങൾ വിശ്വസ്തയോടെ നാം മുമ്പോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായും യഹോവയായ ദൈവം ദാനിയേലിനെ മാനിച്ചതുപോലെ നമ്മെയും മാനിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവാ ദൈവം സർവശക്തനായ ദൈവമാണ് എന്ന് ഈ ദിനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കർത്താവാ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഈ തിരുവചനങ്ങളാൽ കർത്താവാ ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.